5 വയസ്സുകാരനായ ഷെഫീഖിനെ മർദ്ദിച്ച് മൃതപ്രായനാക്കിയ അച്ഛന് 7 വർഷവും രണ്ടാനമ്മയ്ക്ക് 10 വർഷവും കഠിന തടവ് ശിക്ഷ ഇന്നലെയാണ് കോടതി പ്രസ്താവിച്ചത്. 1-ാം പ്രതിയായ അച്ഛൻ കുമളി 1-ാം മൈൽ പുത്തൻപുരക്കൽ ഷെരീഫ് 50,000 രൂപയും 2-ാം പ്രതിയായ അനീഷ 2 ലക്ഷം രൂപ പിഴയടക്കാനും മുട്ടം 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് ആഷ് കെ ബാൽ ഉത്തരവിട്ടു. പിഴയൊടുക്കിയില്ലെങ്കിൽ 1 വർഷം തടവ് അനുഭവിക്കണം. 1-ാം പ്രതിക്ക് IPC 326, 323, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 23 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ. 2-ാം പ്രതിക്കെതിരെ ഈ കുറ്റങ്ങൾക്ക് പുറമെ വധശ്രമം കൂടിയുണ്ട്. 2013 ജൂലൈ 15-നാണ് 5 വയസ്സുകാരനായ ഷെഫീഖിനെ പിതാവും രണ്ടാനമ്മയും ക്രൂരമായി മർദ്ദിച്ചത്. അബോധാവസ്ഥയിലായപ്പോൾ പ്രതികൾ ഷെഫീഖിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. വീണ് പരിക്കേറ്റെന്നായിരുന്നു പറഞ്ഞത്. പരിശോധിച്ച ഡോക്ടർ നിഷാന്ത് പോൾ ക്രൂരമർദ്ദനത്തിന്റെ വിവരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കുകയായിരുന്നു. കുമളി പോലീസ് കേസെടുത്തു. പണം ഞങ്ങൾ തരും. അന്ന് 5 വയസ്സായിരുന്നു ഷെഫീഖിന്റെ പ്രായം. തലച്ചോറിന്റെ 75% പ്രവർത്തനവും നിലച്ചു. തലയ്ക്കടിയേറ്റ ശേഷം 24 മണിക്കൂറിനകം ചികിത്സ ലഭിക്കാതിരുന്നത് നില വഷളാക്കി. ശ്വസിക്കാൻ കഴിയാതെ വന്നതോടെ 5 തവണ അപസ്മാരം ഉണ്ടായി. ദിവസങ്ങളോളം പട്ടിണിക്കിട്ടത് മൂലം പോഷകാഹാരം ലഭിക്കാതെ തൂക്കവും കുറഞ്ഞു. 3 ഒടിവുള്ള ഇടത്തെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടു. ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ ഷെഫീഖ് ബോധം കെട്ടപ്പോഴാണ് പിതാവ് ഷെരീഫും രണ്ടാനമ്മ അനീഷയും ആശുപത്രിയിലെത്തിച്ചത്. കുട്ടിയുടെ ഇടത് കാൽമുട്ട് ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചൊടിക്കുകയും നെഞ്ചിൽ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തെന്ന് കണ്ടെത്തി. രണ്ടാനമ്മ കുട്ടിയുടെ തല ഭിത്തിയിൽ ഇടിച്ചു. സ്റ്റീൽ കപ്പ് കൊണ്ട് പൊള്ളിച്ചു. അടിയുടെയും ചവിട്ടിൻ്റെയും കമ്പിയിട്ട് കുത്തിയതിൻ്റേതുമായി 152 പാടുകൾ കുഞ്ഞിൻ്റെ ദേഹത്ത് ഡോക്ടർമാർ കണ്ടെത്തി. ഉരുട്ടിക്കൊലയെ വെല്ലുന്ന മർദ്ദനത്തിന് മുന്നിൽ നിന്നത് പിതാവ് ഷെരീഫാണെന്ന് പോലീസ് പറഞ്ഞു. വിറക് കൊള്ളിക്കൊണ്ട് തലക്കടിക്കുന്നതിലും കൂർത്ത നഖം ഉപയോഗിച്ച് തൊലി നുള്ളിയെടുക്കുന്നതിലും രസം കണ്ടെത്തിയത് രണ്ടാനമ്മ അനീഷയാണെന്നും പോലീസ് കണ്ടെത്തി. അൽ അസർ മെഡിക്കൽ കോളേജിന്റെ സംരക്ഷണയിൽ അവിടെ തന്നെയാണ് 16 വയസ്സായ ഷെഫീഖ് കഴിയുന്നത്. ഇപ്പോഴും എഴുന്നേറ്റ് നിൽക്കാനാകില്ല. വീൽചെയറിലാണ് ജീവിതം. ബുദ്ധിവികാസവും കുറവ്. അവ്യക്തമായി സംസാരിക്കും. ഇത് ആയ രാഗിണിക്ക് മാത്രമാണ് മനസ്സിലാകുക. തലയ്ക്ക് ക്ഷതമേറ്റതിനാൽ വലത് കൈക്ക് സ്വാധീനമില്ല. ഇടത് കൈ അനക്കും. സന്തോഷം വന്നാൽ നന്നായി ചിരിക്കും. സിനിമയും കാർട്ടൂണുമാണ് ഇഷ്ടവിനോദം. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.